സോ നിങ്ങൾ ഒരു ടീനേജർ ആണെങ്കിൽ ചിലപ്പോൾ അറിയാതെ വരുത്തുന്ന ചില മിസ്റ്റേക്സ് ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിനൊരു മടിയും കാണിക്കണ്ട. സോ ഹെവി ഗോ. മിസ്റ്റേക്ക് നമ്പർ 1, അവോയ്ഡിങ് ഇന്ററാക്ഷൻ വിത്ത് ദ ഓപ്പോസിറ്റ് ജെൻഡർ. സിഗ്മകളുടെ കാലമാണല്ലേ. ആക്ച്വലി ഈ പെൺകുട്ടികളോട് സംസാരിക്കാത്ത ഒരു സിഗ്മ ആണോ? എനിക്ക് തോന്നുന്നില്ല. അതൊരു കൂട്ടം ഇൻട്രോവേർട്സ്, അതായത് ഗേൾസിനോട് സംസാരിക്കാൻ പേടിയുള്ളവരുണ്ടാക്കിയ ഒരു റൂൾ മാത്രമാണ്. നിങ്ങൾ ഇൻട്രോവേർട്ടോ എക്സ്ട്രോവേർട്ടോ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡേഴ്സിനോട് സംസാരിക്കുക തന്നെ വേണം. ഇത് ഗേൾസിനും ബാധകമാണ്. ബോയ്സിനോട് അങ്ങോട്ട് സംസാരിച്ചാൽ എന്തോ വലിയ കുറച്ചിലാണ് കരുതുന്ന ഒരുപാട് ഗേൾസ് നമ്മുടെ ചുറ്റിനുമുണ്ട്. ഞാൻ നിങ്ങളോട് അവരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് ഒരു റിലേഷൻഷിപ്പിൽ എത്തണമെന്നോ അല്ല പറഞ്ഞത്. അവരോട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾ ജോലി ചെയ്യേണ്ടതോ ഒരുപക്ഷെ യാത്ര ചെയ്യേണ്ടതോ ഒക്കെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡേഴ്സും കൂടിയുള്ള ഒരു ലോകത്തിലാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോ നോട്ട് ദ പോയിന്റ്. മിസ്റ്റേക്ക് നമ്പർ 2, വീക്കനിങ് ദ ബോണ്ട് വിത്ത് പാരന്റ്സ്. ഇത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. പാരന്റ്സിനോടുള്ള അടുപ്പം നിങ്ങൾ തന്നെ അറിയാതെ ഒരുപാട് കുറഞ്ഞു വരുന്നതായി ചിലപ്പോൾ തോന്നിയേക്കാം. സാധാരണ ബോയ്സിനാണ് കൂടുതൽ ഇത് കണ്ടുവരാറ്. ബോയ്സിന് അച്ഛന്മാരോടുള്ള ഒരു അടുപ്പം കുറഞ്ഞു വരുന്നത് കാണാം. ഗേൾസിനും ഉണ്ടാകാറുണ്ട് ഇതുപോലെ. പാരന്റ്സിനോട് സംസാരിക്കാൻ എന്തോ ഒരു ഫോർമാലിറ്റിയുടെ ഒക്കെ ഒരു ആവശ്യം വന്ന് തുടങ്ങുന്ന പോലെ തോന്നാം. ഇത് ടീനേജിൽ കണ്ടുവരാറുള്ള ഒരു പ്രോബ്ലമാണ്. ഇത് ശരിയാക്കി എടുത്തേ പറ്റൂ. പതിയെ അവരോട് ക്ലോസ് ആകാൻ ശ്രമിക്കുക. അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഓർക്കേണ്ട ഒരു കാര്യം, അവർ കൂടെ ഉള്ളപ്പോഴാണ് നമ്മുടെ സ്നേഹം കാണിക്കുന്നത്, അല്ലാതെ കൂടെ ഇല്ലാത്തപ്പോഴല്ല. മിസ്റ്റേക്ക് നമ്പർ 3, നോട്ട് ബിഗിനിങ് ടു ടേക്ക് സ്മോൾ റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജോലിയോ ഏണിങ്സോ ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും തലയിലെടുത്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. ബട്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയാൽ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള ട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഫുഡ് കഴിക്കാൻ മാത്രം ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അത് എങ്ങനെ ഉണ്ടായെന്നോ അതിന്റെ പിന്നിൽ സംഭവിച്ച കാര്യങ്ങളോ ഒന്നും അറിയുന്നുണ്ടാവില്ല. സപ്പോസ് ഇപ്പോൾ ഫിഷ് ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് മീനിന് എത്ര വിലയായി എന്ന് ചോദിക്കാം. അതുപോലെ വീട്ടു സാധനങ്ങൾ വാങ്ങുന്നതിനെ പറ്റി അന്വേഷിക്കാം. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ കൺസേൺഡ് ആണെന്ന് പാരന്റ്സ് അറിയുമ്പോൾ നിങ്ങളോടുള്ള അവരുടെ റെസ്പെക്ട് കൂടുകയും നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവർ തരികയും ചെയ്യും. ട്രൈ ടു ബി എ ഫാമിലി ഗായ്. ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. മിസ്റ്റേക്ക് നമ്പർ 4, ഇഗ്നോറിംഗ് പേഴ്സണൽ ലൈക്സ് ഫോർ അതേഴ്സ്. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പുറത്ത് കാണിക്കാതെ ഉള്ളിൽ തന്നെ വെക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഇറ്റ്സ് നോർമൽ, ബിക്കോസ് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞത് അതുപോലുള്ള വലിയ കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ തന്തവൈബിന്റെ കാര്യം തന്നെ എടുക്കുക. ഓൾഡ് സോങ്സ് ഇഷ്ടമുള്ളവരുണ്ടാകും, അതുപോലെ തന്നെ ന്യൂജൻ സോങ്സ് ഇഷ്ടമുള്ളവരും ഉണ്ടാകും. നിങ്ങൾക്ക് വൈബുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. ഇത്തരം ചെറിയ പേഴ്സണൽ ലൈക്സ് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അവർ തന്തവൈബ് എന്ന് വിളിച്ച് കളിയാക്കിയാലും ശരി. ഒന്ന് മനസ്സിലാക്കണം, തന്തവൈബ് അത്ര മോശം കാര്യമല്ല. അത് നമ്മൾ മെച്യൂർ ആകുന്നു എന്നതിന്റെ സൂചനയാണ്. ഓക്കെ, തൽക്കാലം അത്ര മതി. ഇതുപോലെ ഒരു കണ്ടന്റ് ഈ ചാനലിൽ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെസ്പോൺസ് ഒരുപാട് ഉപകാരപ്പെടും. സോ ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ്. അതുപോലെ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. അവർക്ക് യൂസ് ആകട്ടെ, കൂടെ എനിക്കും.